Hello Magle. Yes, നമ്മുടെ പ്ലസ് 1 എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് മിസ്സേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണ്? ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ആരാണ്? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഈ വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്യാരക്ടേഴ്സും ആൻഡ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണാനുള്ള ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ടും കൂടെ പറയാം കേട്ടോ. യെസ്, അപ്പം നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടർ സ്കെച്ചും നിങ്ങൾ ഇങ്ങനെയാണ് ബിഗിൻ ചെയ്യേണ്ടത്. ഡാഷ് ഇസ് ദ ഡാഷ് ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഡാഷ് റിട്ടൺ ബൈ ഡാഷ്. ഇതെങ്ങനെ ഫിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാഗി ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ. മാഗി എന്താണ്? മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ ആണല്ലേ. അതിന് പറയുന്ന വേറൊരു വേർഡ് ഉണ്ട്, അതൊന്നും നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. പി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രം എന്നുള്ളതിന്. അതൊന്നും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, സോ മാഗി ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ഡാഷ് ആരാണ് ഓഫ് ദി സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി നെക്സ്റ്റ് ഇവാൻ ഇവാനിച്ച് ഇസ് ദ എന്താ സെൻട്രൽ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലട്ടെ അല്ലെ. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് നിക്കോളായ് ഇവാനിച്ചും അതിനകത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഒരു വലിയ ക്യാരക്ടർ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവാൻ ഇവാനിച്ച് ഇസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഫ്രം ദ സ്റ്റോറി ഗൂസ്ബെറീസ് റിട്ടൺ ബൈ ആന്റൺ ചെക്കോവ്. സോ എങ്ങനെയാണോ നിങ്ങളുടെ ക്യാരക്ടറിന്റെ പ്രാധാന്യം വരുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അങ്ങനെ മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ അപ്പിയറൻസിനെ കുറിച്ച് എഴുതണം. ആ ക്യാരക്ടറിന്റെ ഏജിനെ കുറിച്ചോ ആ ക്യാരക്ടറിനെ കാണാൻ എങ്ങനെയാണെന്നോ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണെങ്കിൽ അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് എഴുതണം. പ്രത്യേകിച്ച് നമ്മുടെ ക്യാരക്ടർ അല്ലേ, ഹസന്റെ ക്യാരക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ല രീതിക്ക് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ മാഗി ആണെങ്കിൽ മാഗിന്റെ ക്യാരക്ടറിനെ കുറിച്ചും നല്ല രീതിക്ക് മാഗിന്റെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതും നിങ്ങൾക്ക് എഴുതി വെക്കാം. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. എങ്ങനെയാണ്? റൂഡ് ആണോ, പൊളൈറ്റ് ആണോ, കാം ആണോ, ജെന്റിൽ ആണോ, ക്രൂക്കഡ് ആണോ, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഇനി ഞാൻ വേറൊരു കാര്യം പറ്റാം, നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള കുറച്ച് നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതുക. എന്നാൽ പോലും നമ്മളിതാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. ഇത് എഴുതുക. എന്നിട്ട് അപ്പിയറൻസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ് ഹിസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പെൻസിലോണ്ട് അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ് കീ ഇവന്റ്സ്, അതിൽ പാസ്റ്റോ പ്രസന്റോ. ഇപ്പൊ നിക്കോളായിനൊക്കെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിക്കോളായിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് അല്ലേ. സോ അതൊക്കെ പറയുന്ന സമയത്ത് അയാളുടെ എന്താ ആ പാസ്റ്റ് ലൈഫ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ടീച്ചേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആൻഡ് ടീച്ചേഴ്സിന് നിങ്ങൾ ഇത്രയും പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെന്നത് കണ്ടിട്ട് മാർക്ക് തരാനും കുറച്ചും കൂടെ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും കേട്ടോ. സോ നിങ്ങൾ അങ്ങനെ ഒന്ന് ആൻസർ ടൈലർ ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് റെലവൻസ്, ഈ സ്റ്റോറിയിൽ ആ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെല്ലാം കൂടെ നിങ്ങൾ താഴെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആക്കി എഴുതുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഹിന്റുകൾ തരാം. ആൻഡ് ഓൾസോ ഈ എന്താ പറയുക നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റിലേക്കായിട്ട് ഹസൻ, മാഗി, അതുപോലെ തന്നെ നമ്മുടെ നിക്കോളായി, ഇവരുടെ 3 പേരുടെയും ഡീറ്റെയിൽഡ് ക്യാരക്ടർ സ്കെച്ച് ഞാൻ തരാം. സോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കേട്ടോ. യങ് സീഗൾ ആണ് ഒരു ചാൻസ് ഉള്ള ക്യാരക്ടർ. അതിനകത്ത് അവന്റെ ഇനീഷ്യൽ ഫിയറിനെ കുറിച്ചല്ല, അവൻ ആ പറക്കാൻ നേരത്തുള്ള അവന്റെ പേടിനെ കുറിച്ച് ഞാനൊരു കാര്യം പറ്റും. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ലൈൻ ബൈ ലൈൻ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സോ ഇനീഷ്യൽ ഫിയർ അല്ലെ, അവൻ ആദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു മോൺസ്ട്രസ് കണ്ടോ. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ പറയുന്ന ഇങ്ങനത്തെ ടേംസ് ഒക്കെ അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ദാ അവിടെ ജസ്റ്റ് ഒരു ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു ടെറർ, ഭയങ്കര പേടി ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ ഐസൊലേറ്റഡ് ആൻഡ് ഡെസ്പെറേറ്റ് അല്ല, അവൻ ആ എല്ലാ സിബ്ലിങ്സും പറന്നു പോയ സമയത്ത് അവൻ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് അവന് വരികയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഡ്രിവൻ ബൈ ഹങ്കർ, അവനെ ആ ഒരു എന്താ പറയാ പറക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? അവന്റെ വിശപ്പ് തന്നെയാണല്ലേ. സോ ആ വിശപ്പിന്റെ വിളി അതിനെക്കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ആൻഡ് ഫൈനലി അൾട്ടിമേറ്റ് സക്സസ്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അവന്റെ പേരൻസിന്റെ സപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും കേട്ടോ. ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതായത് ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാൽ പോലും മദർ സീകളുടെ ഒരു ക്യാരക്ടർ സ്കെച്ചും ചിലപ്പോൾ ചോദിച്ചേക്കാം. വൈൽഡ് ആയിട്ട് വെറുതെ ചുമ്മാ പറയുന്നതാണ് കേട്ടോ. എന്നാലും ഞാനൊരു ചാൻസ് പറയാണ്. പക്ഷെ ആ സമയത്തും ആ മദർ
മദർ സീകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. സോ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്തില് യങ് സീകളുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് വണ് ഇതാ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലേ. മാഗിനെ നോക്കുകയാണെങ്കിൽ മാഗിന്റെ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മാഗിയുടെ വയസ്സും അല്ലെ അതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് അതിനകത്ത് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ മെൻഷൻ ചെയ്യണം. പിന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആൻഡ് സെൽഫ്ലെസ് ആണ് അല്ലെ. അവള് അത്രയും ചെറിയ പ്രായത്തിലായിട്ട് പോലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, വളരെയധികം സെൽഫ്ലെസ് ആയിട്ടാണ് അല്ലെ. സെൽഫിഷ് ആവുക എന്ന് പറയുമ്പോൾ അവനവന്റെ കാര്യത്തിനാണ്. അപ്പൊ നമ്മുടെ നിക്കോളായി ഭയങ്കര സെൽഫിഷ് ആയിരുന്നു, പക്ഷേ ഈ മാഗി എന്താണ് സെൽഫ്ലെസ് ആണ്, അവനവന്റെ കാര്യം നോക്കാണ്ട് പോലും ഫാമിലിക്ക് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഡീപ് ഫാമിലി ലവിനെ കുറിച്ചും അവൾക്ക് ഫ്രാങ്കിനോട് ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിനെ കുറിച്ചും നിങ്ങൾ പറയണം. ആൻഡ് ഓൾസോ നമ്മുടെ നെറേറ്റർ ആയിട്ടുള്ള മിസ്റ്റർ ഗുപ്തേനെ അടുത്താണെങ്കിലും അവൾ വളരെ കാമായിട്ടും വളരെ ജെന്റിലായിട്ടും നല്ല ഒരു ലവ്ലി ബിഹേവിയർ ആണ് അവൾക്കുള്ളത് അല്ലെ. സോ ആ കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഫെയ്ത്ത്ഫുൾ ആൻഡ് ഇന്നസെന്റ്, അതാണ് വേറെ കാര്യം. വളരെയധികം ഫെയ്ത്ത്ഫുൾ വിശ്വസ്തയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ആൻഡ് ഓൾസോ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ആൻഡ് സാക്രിഫിഷ്യൽ, അതാണ് മക്കളെ നമ്മുടെ എന്താണ് ആ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. അത് ഓൾറെഡി മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ചോദിക്കൂല എന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ വേണ്ടി കഴിയില്ല. ആ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അവള് ആ കാണിച്ച ആ ഏറ്റവും വലിയ ത്യാഗം, അതാണല്ലേ അവിടുത്തെ ആ ഒരു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ആ ടൈറ്റിലിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. അതും നിങ്ങൾ നോക്കി വെക്കാം. നെക്സ്റ്റ് ആണ് നിക്കോളാ ഇവാനിച്ച് ആണ്. നിക്കോളാ ഇവാനിച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള അല്ലെ, സ്വന്തം ഹാപ്പിനെസിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയാണ് നിക്കോളാ ഇവാനിച്ചിനെ നമ്മൾ കാണുന്നത്. സോ ഒബ്സസീവ് ഡ്രീമർ അല്ലെ, സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വളരെയധികം ഒബ്സസീവ് ആയിട്ട് ചെയ്യുന്ന, അവനവനെ പോലും പട്ടിണിക്കിട്ട് അല്ലെ ഭയങ്കര ഫ്രൂഗലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. മിസേർലി ആൻഡ് ക്രൂവൽ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങളുടെ അടുത്ത് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ മിസേർലി ആൻഡ് ക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും ഭയങ്കര അല്ലെ പിശിക്കാണ് അവനെ തന്നെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു അവന്റെ ഡ്രീമിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് വൺ ഡെല്യൂഡഡ് ആൻഡ് കോംപ്ലസെന്റ്, അവൻ ആക്ച്വലി ഒരു ഡെലൂലു ആണ്, അവനൊരു ഡെലൂഷണൽ ലിവിങ് ആണ് ജീവിക്കുന്നത് അല്ലെ. അതിൽ എന്തൊക്കെയോ കിട്ടാനുള്ള എന്തിലോ ആണ് സന്തോഷം എന്നുള്ള പോലെയാണ് അവന്റെ കുറെ കാലം അവന്റെ ലൈഫ് പോകുന്നത്. നെക്സ്റ്റ് സിമ്പിൾ ഓഫ് സെൽഫിഷ് ഹാപ്പിനെസ്, ദിസ് ഇസ് ദ മെയിൻ പോയിന്റ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ, സിമ്പിൾ ഓഫ് സെൽഫിഷ് ഹാപ്പിനെസ് എന്നുള്ളത് കേട്ടോ. ദെൻ ഇനി അടുത്തത് ഹസൻ ആണ് കേട്ടോ. ഹസന്റെ ക്യാരക്ടർ സ്കെച്ചും ഇതേപോലെ തന്നെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്, ബട്ട് എന്നാലും നമുക്ക് ഇനി ഒന്നും വരില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഹംബിൾ ആൻഡ് ഡെഡിക്കേറ്റഡ്, പിന്നെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞ സമയത്ത് ഹസന്റെ ബോഡീനെ കുറിച്ച് ഒരു ലേഡി കളിയാക്കുന്നുണ്ടല്ലോ, സോ ആ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആൻഡ് ഹംബിൾ ആൻഡ് ഡെഡിക്കേറ്റഡ്, വളരെ ഹംബിൾ ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ആണല്ലേ. കാരണം സ്വന്തം ജീവന് പോലും അയാളും ഭയങ്കര സെൽഫ്ലെസ് ആണ് കേട്ടോ. അവനവൻ ആ അസുഖം വരുമോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെ എന്ത് ചെയ്യാണ്, ആ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ആ ഒരു അസുഖം വന്നിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ നിൽക്കുകയാണ്. ദെൻ ബ്രേവ് ആൻഡ് സെൽഫ്ലെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ, വളരെ ബ്രേവ് ആണ്, സെൽഫ്ലെസ് ആണ്, ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ക്വയറ്റ് ഡിഗ്നിറ്റി അല്ലെ, അവനവന്റെ ആത്മാഭിമാനത്തിന് അന്തസ്സിന് ഭയങ്കരമായിട്ടും വില കൊടുക്കുന്ന ഒരാളാണ് ആര്, നമ്മളുടെ ഈ പറയുന്ന ഹസൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ദെൻ ട്രൂ ഹീറോയിസം, ഈ ഒരു മൊത്തം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഹീറോയിക് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്ന ആരാണ്, നമ്മുടെ ഹസനെയാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പം ഇങ്ങനെയുള്ള പോയിന്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഈ പോയിന്റ് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ പോയിന്റ് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് ഇവാൻ ഇവാനിച്ച് ആണ്. ഇവാൻ ഇവാനിച്ച് എന്ന് പറയുമ്പം എന്താണ്, സൊസൈറ്റിയിലല്ല അവനവന്റെ ഹാപ്പിനെസിനെക്കാളും കൂടുതൽ ചുറ്റുള്ള ആൾക്കാർ ഹാപ്പി ആണെന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണമെന്ന് ആര് വിശ്വസിക്കുന്നത്, ഇവാൻ ചിന്തിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കർ ആണ്, എല്ലാ കാണുന്ന കാര്യത്തിന്റെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളല്ല, ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മുടെ ഇവാൻ ഇവാനിച്ച്. ദെൻ ദ ഹാമർ ഫിലോസഫി, അത് മിക്കവാറും നിങ്ങൾ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഓൾറെഡി ആ സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട് അല്ലേ, എന്താണ് എല്ലാവരുടെയും കഥകള് ഹാമറും വെച്ച് ഒരാൾ വന്ന് അടിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടി അത് ഞാൻ കാണിച്ചു കേട്ടോ. ഹി famously argues that every happy person should have someone with a hammer to knock on their door and remind them that unhappy people exist. ഇത് നല്ലൊരു പോയിന്റ് ആണ്, ഇത് അധികം ആരും എഴുതാൻ ചാൻസ് ഇല്ല, നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിന് പോയിന്റ് കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ റെസ്റ്റ്ലെസ് ആൻഡ് മോറൽ അല്ലെ, അതായത് മൊറാലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഒരു കാര്യം വരുമ്പോഴത്തേക്കും ആലോചിച്ച് ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്ന ഒരാളാണ് ആര്, ഇവാൻ ഇവാനിച്ച്. ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത വേറൊരു ക്യാരക്ടറാണ് നമ്മുടെ കോൺസെപ്ച്വൽ ഫ്രൂട്ടിലെ ഗ്രറ്റ അല്ലെ. സോ ഗ്രറ്റനെ നോക്കുകയാണെങ്കിൽ അവള് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. സോ അതിനെക്കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഡിജിറ്റലി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്, ഭയങ്കര അല്ലെ. ആ ഫാദറിന്റെ അടുത്തുള്ള കോൺവെർസേഷനിൽ അവൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് അവളുടെ ഒരുപാട് വലിയ വലിയ ഡ്രീംസ് ഉണ്ട്. സോ ആ ഡ്രീംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫോക്കസ് ഓൺ ദ സിമ്പിൾ അല്ലെ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവൾക്ക് അവളുടെ ആഗ്രഹങ്ങളായിട്ട് വരുന്നത്. സോ ആ കാര്യം മെൻഷൻ ചെയ്യുക. ആൻഡ് സിമ്പിൾ ഓഫ് പ്യുവർ ജോയ് അല്ലെ, എന്താണ് അവള്
ഒരു പ്യുവർ ജോയിന്റെ ഒരു സിമ്പിൾ ആണ് അല്ലെ. ഇത്രയും വലിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലോകത്തില് എന്താ അവളൊരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് എന്താണ് ചെറിയ കാര്യങ്ങളിലാണ് ആര് നമ്മുടെ ഗ്രറ്റ സന്തോഷം കണ്ടെത്തുന്നത് കേട്ടോ. സോ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഗ്രറ്റയുടെ ക്യാരക്ടർ സ്കെച്ച് വെച്ച് ഞാൻ എഴുതേണ്ടത്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നിക്കോളായിന്റെയും അതുപോലെ തന്നെ ഹസന്റെയും മാഗിയുടെയും ക്യാരക്ടർ സ്കെച്ച് കാണിച്ചു തരാം. നിക്കോളായ്ക്ക് നല്ലൊരു സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം നിങ്ങളുടെ എക്സാമിന് നിക്കോളയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ നല്ലൊരു സാധ്യത ഉണ്ട്. സോ നിക്കോള ഇവാനിച്ചസ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻട്രൽ ക്യാരക്ടർ ഇൻ ആന്റൺ ചെക്കോവ് story, Gooseberries, whose life illustrates narrow pursuit of personal happiness at the cost of one's soul and social awareness. അതാ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിക്കോളൈന്റെ ആ ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ചും നിക്കോളൈന്റെ ഡ്രീമിനെ കുറിച്ചും നിക്കോള എങ്ങനെയാണ് ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂഗലായിട്ട് ജീവിക്കുന്നു, പിന്നെ ആ ഒരു റിച്ച് ആയിട്ടുള്ള വുമണിനെ കല്യാണം കഴിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫൈനലി അവൻ വാങ്ങിച്ച എസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലോ ആ ഗൂസ്ബെറീസ് അല്ലെ ഗൂസ്ബെറീസിന്റെ ഒരു ബുഷ് വളർത്തുന്നു. നിങ്ങൾക്ക് അവിടെ ആ ഗൂസ്ബെറീസിന്റെ സിംബോളിസത്തിനെ കുറിച്ചും പറയാം അല്ലെ. അത്രയും സോർ ആയിട്ടുള്ള ഗൂസ്ബെറീസിനെ ഹി എൻജോയ്സ് ഇറ്റ്, അതിന് റിലിഷ് ചെയ്യാണ്, അതിന് വളരെയധികം ആർത്തിയോട് കൂടി കഴിക്കുകയാണ് ചെയ്യുന്നത് ആര് നമ്മുടെ നിക്കോളായി ചെയ്യുന്നത് അല്ലെ. സോ എന്താണ് അവിടെ ആ അവന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കയ്പിലൂടെ നേടിയതാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത സാധനമാണെങ്കിൽ പോലും അവൻ അതിന് എൻജോയ് ചെയ്യാണ്. സോ അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ് അവിടെ വരുന്നത് കേട്ടോ. യെസ്, അവന്റെ ആ ലാൻഡ് ഓണർ ആയ ശേഷം അവന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഹി ബിക്കെയിം പോംപസ് ആൻഡ് സ്പോക്ക് ലൈക്ക് എ ലോർഡ് അല്ലെ, ഒരു വലിയ പ്രഭുവിനെ പോലെയാണ് സംസാരിക്കുന്നത്. forgetting his humble beginnings. Then he believed he was superior to the peasants even though he lived a narrow and unproductive life. അപ്പം ലാസ്റ്റ് കണ്ടോ കൺക്ലൂഷനിൽ എന്താ പറയുന്നത്? through Nikolai Chekhov shows a man who has achieved happiness. നല്ല പോയിന്റ് ആണ്, achieved happiness but has lost his humanity in the process. അല്ലെ, മനുഷ്യത്വം നഷ്ടപ്പെട്ട് സന്തോഷം നേടിയെടുത്തൊരു മനുഷ്യനാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. He is a symbol of the happy man who is blind to the suffering of others and is content with mediocre selfish existence. Then ഇനി നെക്സ്റ്റ് വൺ നമ്മളുടെ മെയിൻ ക്യാരക്ടർ ആണ് മാഗി. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന സമയത്ത് മാഗിയുടെ ഫുൾ നെയിം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്, ആ പേര് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും മേ ബി സമ്മറിയിൽ മുഴുവൻ നിങ്ങൾ വായിക്കുക മാഗി 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 എന്നായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഈ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നുള്ള ഫുൾ നെയിം മെൻഷൻ ചെയ്യുമ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ ലവിംഗ്ലി കോൾഡ് മാഗി, കണ്ട അവളുടെ ഇരട്ട അല്ലെങ്കിൽ എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്നത് മാഗി എന്നാണ്. ഇതൊക്കെ നല്ല പോയിന്റ്സ് ആണ്. ഇറ്റ്സ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ പീസ് ഓഫ് ഫ്ലവേഴ്സ്. ഷീസ് എ യങ് ഇംഗ്ലീഷ് ഗേൾ, കണ്ട അപ്പിയറൻസിനെ കുറിച്ചും അവളുടെ കാര്യങ്ങളെ കുറിച്ച് പറയാണ്. ഇംഗ്ലീഷ് ഗേൾ ഓഫ് 13 to 14 years old അല്ലേ. ദെൻ she is a poor girl who works as a typist in the civil service store. അവളുടെ ജോലിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. She is ambitious and wants to get a job where her brain can be used. She has intense love for her mother and brother. അല്ലെ, അമ്മേനോടും അനിയനോടും ചേട്ടനോടും വളരെ സ്നേഹമുണ്ട്. പിന്നെ കണ്ടോ ബാക്കിയുള്ള ആ അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ട്രാജിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി എന്താണ് അവളുടെ ആ സാക്രിഫൈസിനെ കുറിച്ച്, പ്രത്യേകിച്ചും കുട്ടികളെ ആ ഒരു എന്താ പറയാ നമ്മൾ ക്യാഷ് അല്ലെ, ആ ഒരു 1 shilling ഹർ ഹാർഡ് ഏൺഡ് മണി, അവൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയുള്ള ഒരു ഹാർഡ് ഏൺഡ് മണി, അതുപോലും അവൾ എന്ത് ചെയ്യണം അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് അല്ലെ, ബ്രദറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അവസാന കാര്യം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വൺ ഇനി നമ്മുടെ ഹസൻ ആണെന്നുണ്ടെങ്കിലോ ആദ്യം ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. സെറാങ് ഓഫ് ദ റാനാഗഞ്ചി എന്ന് പറഞ്ഞ ആ ഒരു ലെസൻ്റെ അകത്ത് പറഞ്ഞതാണ്. പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ അപ്പിയറൻസിനെ കുറിച്ച് നന്നായിട്ട് പറയണം. അപ്പിയറൻസ്, ഹി ഈസ് എ സ്ക്വാട്ട് ആൻഡ് അഗ്ലി വിത്ത് ഷോർട്ട് ലെഗ്സ് ആൻഡ് ലാർജ് ഡിസ്പ്രപ്പോർഷനറ്റ് ഹെഡ്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചേക്കണം കേട്ടോ അതിനകത്ത്, കാരണം അതിനൊക്കെ മാർക്ക് ഉണ്ട്. ഹി ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ്. ആ ഷിപ്പിന്റെ സെറാങ് ആണ്, പഞ്ചാബിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലേസോ വീട്ടുകാരോ ഒന്നും ഇല്ല അല്ലെ. പിന്നെന്താണ് ആ ഒരു ഷിപ്പിന്റെ അകത്ത് 15 years ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്മോൾ പോക്സ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് എന്താ വളരെയധികം കറേജിയസ് ആയിട്ടല്ലേ, വളരെയധികം കറേജിയസ് ആയിട്ടും സെൽഫ്ലെസ് ആയിട്ടും ഒരു സർവീസ് നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ വൈൽ അസൈനിങ് ഹിം ടു ദ ഡോക്ടർ, ക്യാപ്റ്റൻ ഹാമ്പിൾ പേസ് ഹിം ദ ബിഗ്ഗസ്റ്റ് കോംപ്ലിമെന്റ് ബൈ സേയിങ് ദാറ്റ് ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഹി ഹാസ് അല്ലെ. എന്താണ് അവിടെ ക്യാപ്റ്റൻ ഹാമ്പിൾ പറയുന്ന ഒരു കാര്യമല്ലേ, ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്, എനിക്ക് എൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യൻ ഇതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹസൻ ഇസ് എ മാൻ ഓഫ് ഫ്യൂ വേർഡ്സ് അല്ലെ, എന്താണ് അധികം സംസാരിക്കുന്നതും ചെയ്യാത്ത ഒരാളാണ്. ഹി ഹാസ് എ സൈലന്റ് എഫിഷ്യൻസി ആൻഡ് ആൻ എബിലിറ്റി ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ക്വിക്ലി. ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. കാരണം കുറേ പേര് ആ ക്യാരക്ടർ സ്കെച്ചിനകത്ത് വെറുതെ ആ സമ്മറി മാത്രം എഴുതി വെക്കുന്നുണ്ട്. സമ്മറി മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല.
പോയിന്റ് എഴുതി വെക്കണം കേട്ടോ. നിങ്ങളൊന്നും അത് മനസ്സിലാക്കുക, സത്യം മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു വെച്ചേക്കാം. ഹസൻ ഇസ് വെരി കമ്പാഷനറ്റ്, വളരെയധികം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഹിസ് ഡ്യൂട്ടി ഹി വോളണ്ടിയേഴ്സ് ടു ഡു ദ റിസ്കി ജോബ്. അയാളുടെ ജോലി എല്ലാവരും പോലും അയാൾ ആ റിസ്കി ജോബ് ഏറ്റെടുക്കുകയാണ്. എന്താ പറയുന്നത്? ഹി സേസ്, അയാൾ പറയുന്നുണ്ട്, ഡു നോട്ട് വറി ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഇസ് മൈ വർക്ക് ടു. അൺമിസ്റ്റേക്കബ്ലി സിൻസിയർ, വളരെയധികം സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. ഇനി മക്കളെ, നമ്മുടെ സൂപ്പർ ബാച്ച് +2 നമ്മുടെ സയൻസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമ്മുടെ ബാച്ച് ഒക്കെ ഇപ്പോൾ ഓണാണ്. 5499 ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അടുത്ത വർഷത്തേക്കുള്ള ബാച്ചിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ +1 റാപ്പിഡ് റിവിഷൻ ബാച്ചും ഈ ബാച്ചും കൂടെ ഒരുമിച്ചാണ് 5499 നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ആ ബാച്ചിനോട് ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.